ഭക്ഷ്യയോഗ്യമായ നല്ല നല്ല ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അവിടെ പിശുക്ക് വേണ്ട. കല്യാണത്തിന് മാത്രം നല്ല ഭക്ഷണം, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കഴിക്കുന്ന ഭക്ഷണം വളരെ പരിമിതമായി ലളിതമായി അല്ലാഹു തആല തന്നിട്ടും ഒക്കെ കൂടി ചെലവാക്കാൻ കഴിയില്ല എന്നുള്ള നിലക്ക് ഇങ്ങനെ വളരെ അഥവാ ഒരു മീൻകാലം വന്നാ പറയും 5 മത്തി മതി, 6ാമത്തെ മത്തി വേണ്ട. അല്ല, 2 നേരം എന്നിട്ട് 5 എണ്ണം മതി. കാരണം ഇവിടെ ആകെ 5 ആൾക്കാരുണ്ട്, ഒരാൾക്ക് ഒരു മത്തി കണക്കിന്. അല്ല, ആരെങ്കിലും ഉച്ചക്ക് ഗസ്റ്റായി വന്നാലോ, വരുമ്പോഴല്ലേ, അപ്പൊ ഈ കിട്ടിയതൊന്ന് പീസ് പോതിയാക്കിയാൽ മതി. ലളിത ജീവിതം നയിക്കാൻ മാത്രം പ്രാരാബ്ധമുള്ള ആളാണോ നോക്കിയിട്ടല്ല. എന്നാ പിന്നെ എന്നും മത്തി വാങ്ങുമ്പോ ഒരു ചെറിയ ചേഞ്ച് കൊണ്ട് ഒരു ദിവസമെങ്കിലും ഒരു വേറൊരു മത്സ്യം വാങ്ങിക്കൂടും. അത് വേണ്ടെന്ന്, ദുന്യാവല്ലേ. ഇവിടെ ഈ ദുന്യാവ് എന്ന് പറയുമ്പോ വേറെ ചില രൂപങ്ങൾ നോക്കുമ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചിലവ് വേറെ പോകുന്നുണ്ട്. അവിടെ ദുന്യാവിനെ വായിക്കുന്നില്ല, ഇവിടെ മാത്രം ഒരു ദുന്യാവിന്റെ വായന. അയാൾക്ക് കാണാനും നോക്കാനും ഉപയോഗിക്കാനുള്ള ഫോണിലേക്ക് അയാൾ ഒരു മാസം കയറ്റുന്നത് 500-600 രൂപയാണ്. ആകെ ഒരു മാസം ആ വീട്ടിൽ മത്സ്യം വാങ്ങിയോ നോക്കുന്ന സമയത്ത് ആകെ 320 ആയിട്ടുള്ളൂ. അത്രയും കുറച്ച് കഴിവിനനുസരിച്ചാണ് അവിടെ ചെലവഴിക്കേണ്ടത്. എങ്ങനെ ചെലവഴിക്കണം? കഴിവുള്ളവൻ കഴിവനുസരിച്ച് ചെലവഴിക്കണമെന്ന് റബ്ബ് തആല പഠിപ്പിക്കും. കഴിവ് തന്നവൻ അല്ലാഹുവാണ്. ആ കഴിവിൽ ഏറ്റവും നന്നായി ചെലവഴിക്കേണ്ടത് നല്ല ഭക്ഷണം കൊടുത്തു കുടുംബത്തെ പോറ്റലാണ്, നല്ല ഭക്ഷണം കൊടുത്തു കുടുംബത്തെ സേവിക്കലാണ്. അതിന് അല്ലാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഒരു ചെറിയ ഉപകരണമാണ്, ചെറിയ ഒരു സഹകരണമാണ് സമ്പത്ത്. അത് ശാശ്വതമല്ല. ഉള്ള കാലത്ത് നല്ല രൂപത്തിൽ ചെലവഴിക്കണം. ഭക്ഷണം കഴിച്ചു കഴിയുന്ന കുടുംബത്തിലെ മക്കളൊക്കെ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തുള്ള ഭക്ഷണം എന്ന് പറയുമ്പോ ബാപ്പക്ക് വലിയ സന്തോഷമാണ്, വലിയ പ്രതിഫലമാണ്. എന്തേ ആ പ്രതിഫലത്തിന്റെ തോത് വർദ്ധിക്കാനുള്ള കാരണം? അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ, നന്ദി പറയാൻ കാരണമായി വർത്തിച്ചത് ബാപ്പയാണ്. ആ ബാപ്പാന സമ്പാദ്യത്തിൽ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ചെലവഴിച്ചപ്പോ മക്കൾക്കും കുടുംബത്തിനും സന്തോഷമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, വെള്ളിയാഴ്ചയാകുമ്പോ നമ്മുടെ നാടുകളിലൊക്കെ നല്ല മാംസം വാങ്ങുന്നു. എല്ലാവരും മാംസം വാങ്ങുന്നു. വെള്ളിയാഴ്ച ശ്രേഷ്ഠമായ ദിവസമാണ്. ആ ദിവസത്തിൽ ഒരു നല്ല ഭക്ഷണം കുടുംബത്തിന് കൊടുക്കാൻ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.